BJP ഇക്കുറി ഏതെങ്കിലും അവരുടെ തട്ടകങ്ങളിൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് നേരിട്ടാൽ അതിനെ കവർ ചെയ്യാൻ കൃത്യമായി ബംഗാളിലാണ് പയറ്റാൻ ശ്രമിച്ചത്. അവർ കൃത്യമായി അവരുടെ തന്നെ ആഭ്യന്തര സർവേ കണക്ക് പ്രകാരം 42-ൽ 30 അതിലധികമോ സീറ്റുകൾ നേടും എന്നാണ് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഫലം വന്നപ്പോൾ BJP കഴിഞ്ഞ തവണത്തെ ലോക്സഭാ സീറ്റ് പോലും നിലനിർത്താൻ കഴിയാതെ 12 സീറ്റുകളിലേക്ക് ചുരുങ്ങി. അതുമാത്രമല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ദിലീപ് ഘോഷ് അതിദയനീയമായി പരാജയപ്പെടുന്നത് അവർക്ക് ഏറ്റവും വലിയ അടിയായി. അഗ്നിമിത്ര പാലും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ലോക്കറ്റ് ചാറ്റർജിയും അർജുൻ സിംഗും ഒക്കെ പരാജയപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം അവർക്ക് ചിന്തിക്കാനേ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതേസമയം അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിച്ചു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഈ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, ബംഗാളിലെ 4 അസംബ്ലി സെഗ്മെൻറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും 35,000 വോട്ടിൻ്റെ എങ്കിലും ഭൂരിപക്ഷം ഓരോ മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് BJPക്കെതിരെ നേടി. ഇതോടുകൂടിയാണ് വോട്ട് ഷെയറിലും ഗണ്യമായിട്ടുള്ള വർധനവ് തൃണമൂൽ കോൺഗ്രസ്സിന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നത്. മമതാ ബാനർജി പറഞ്ഞിരിക്കുന്ന ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. 2011 കണക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മമതാ ബാനർജി രംഗത്ത് വന്നിരിക്കുന്നത്. അന്ന് തൃണമൂൽ കോൺഗ്രസും ചേർന്നാണ് വർഷങ്ങളായി ഭരിക്കുന്ന 34 വർഷം ഭരിച്ച് ബംഗാളിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയെ മാറ്റിമറിച്ച ഇടതു സർക്കാരിനെ തള്ളിത്താഴെയിട്ടത്. അന്ന് മുഖ്യമന്ത്രിയായ ബുദ്ധദേവ് ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ളവർ അതിദയനീയമായി തകർന്നടിഞ്ഞ ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രതിപക്ഷ സ്ഥാനത്തിന് പോലും അർഹതയില്ലാത്ത ഒരു ഗതികെട്ട രാഷ്ട്രീയത്തിലേക്ക് CPIM കൂപ്പുകുത്തുകയും പിന്നീട് തകർന്നടിയുകയും ഇപ്പോൾ ലോക്സഭയിലോ നിയമസഭയിലോ ഒന്നും തന്നെ പ്രതിനിധികളെ ആരും അയക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോൾ മമത കൃത്യമായി തൻ്റെ പിൻഗാമി ആര് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അതിനുവേണ്ടിയുള്ള ഉടച്ചുവാർക്കൽ തൃണമൂൽ കോൺഗ്രസിൽ നടത്തുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ കാലാകാലങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ മമതാ ബാനർജി ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് പോവുകയാണ്. ഒപ്പം കോൺഗ്രസുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിമറിക്കാൻ അവർ തന്നെ മുൻകൈ എടുത്തിറങ്ങുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിലവിലെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരി അദ്ദേഹം പറഞ്ഞത് തനിക്ക് മമതാ ബാനർജിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ അവർ ഇപ്പോൾ കോൺഗ്രസുമായി സഹകരിക്കാൻ താല്പര്യമാണ് എന്ന് പറയുമ്പോൾ അതിനെ വേണ്ട എന്ന് വെക്കാൻ ഞങ്ങൾ തീരുമാനിക്കില്ല. കാരണം അവർ ഇന്ത്യ ബ്ലോക്കിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി കോൺഗ്രസ് പ്രാധാന്യം നൽകുക തന്നെ ചെയ്യും. ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് 6 എംപിമാരുടെ എണ്ണം കുറവ് വന്നിരിക്കുന്നു. ഈ രീതിയിൽ സംസ്ഥാന നിയമസഭയെ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കണം. അതിനിടയിൽ വിവാദ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു BJPയുടെ നേതാവായ സുവേന്ദു അധികാരി. നമുക്കറിയാം, മമതാ ബാനർജിയെ നന്ദിഗ്രാമിൽ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി കുടുംബത്തിൻ്റെ ആധിപത്യം കൈയാളുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ മുസ്ലിങ്ങൾ അവർക്ക് BJP കൊടുത്തു വരുന്ന പ്രാതിനിധ്യം, അതായത് ന്യൂനപക്ഷ മോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിരിച്ചുവിടണം എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇതിനുവേണ്ടി താൻ എല്ലാ രീതിയിലും കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തും എന്നും ബംഗാൾ ജനതയ്ക്ക് മുമ്പിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് BJPയുടെ എല്ലാ അജണ്ടകൾക്കും എല്ലാ വർഗീയ രാഷ്ട്രീയത്തിനും കൃത്യമായി അത് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് സുവേന്ദു കൂടി പറയുമ്പോൾ പരാജയം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്.